പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്ന ദൈവം സൂര്യോദയത്തിന് മുമ്പ് തന്നെ നമ്മളെ എഴുന്നേൽപ്പിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയും ബലവും നമ്മളിലേക്ക് ഉറപ്പിച്ചു തന്ന, ആരോഗ്യത്തോടെ ബലത്തോടെ വീണ്ടും ദൈവത്തെ സ്തുതിക്കാൻ തന്ന സകല ഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നമുക്ക് ദൈവവചന ധ്യാനത്തിനായി മാറ്റിവെക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി 50-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കുന്നു. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. സുപരിചിതമായ വാക്കാണ്. നമുക്കറിയാവുന്ന ആസാഫ് അവിടുത്തെ ചീഫ് മ്യൂസിഷ്യൻ ആയിരുന്നു ദാവീദിൻ്റെ കാലത്ത്. ദാവീദിൻ്റെ കാലത്തും അതിന് മുമ്പുമൊക്കെ ആസാഫ് ഒരു ചീഫ് മ്യൂസിഷ്യനായി, ദേവാലയത്തിനകത്തെ മ്യൂസിഷ്യനായിരുന്നു. ആ മ്യൂസിഷ്യൻ പാട്ട് കമ്പോസ് ചെയ്യുമ്പം അതിനകത്തെ ഒരു വരി, ഒരു സ്റ്റാൻസയാണ് എഴുതുന്നത്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തനമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആസാഫ് ചീഫ് മ്യൂസിഷ്യനാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ നീ ഭൂമിയെ വിളിക്കുന്നു. അവിടെയാണ് ഒരു വാക്ക് എഴുതിയിരിക്കുന്നത്, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്നും ദൈവം പ്രകാശിക്കുന്നു. സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുന്ന ഒരു പ്രകാശമുള്ള ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. സകലവും അവനുള്ളതാ, ഭൂലോകവും അതിലുള്ളതൊക്കെയും സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. അതിൻ്റെ ആ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട്, ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാൻ ഓർമ്മിപ്പിച്ചിട്ട് ഒരു വാക്യശകലത്തിൽ അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ സ്റ്റാൻസയ്ക്കകത്ത്, ഒരു വരിക്കകത്ത് നമ്മളെ എഡിഫൈ ചെയ്യുന്ന, എക്സോസ് ചെയ്യുന്ന, നമ്മളെ ഒന്ന് ബലപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഇവിടെ പറഞ്ഞത്. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, കഷ്ടകാലം എന്നൊരു കാലമുണ്ടോ? കഷ്ടകാലം എന്നൊരു കാലമുണ്ടോ? നമ്മൾ നാട്ടിൽ കേൾക്കുന്നൊരു വാക്കാ, അവൻ്റെ സമയം മോശമാ, സമയം നല്ലതാ, സമയം മോശമാ. അവന് വേറെ എന്തോ ഒരു വാക്ക്, ശനികാലമാണ്, അങ്ങനെ എന്തോ പറയും. ശനികാലമാണ്, അവൻ്റെ സമയം മോശമാ, അവനിപ്പോൾ കഷ്ടകാലം, ഇച്ചിരി കഷ്ടം വന്നിരിക്കുന്ന സമയമാണ്. ശരിയായിരിക്കും, കഷ്ടകാലമാണെന്നോ കഷ്ടം വന്നിരിക്കുന്ന സമയമാണെന്നോ സമയം മോശമാണെന്നോ ഒക്കെ പറയുന്ന സമയം ഉണ്ടാകും. പക്ഷെ ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ഒരു സമയമുണ്ടോ? സമയം മോശമെന്ന് പറയുന്ന ഒരു സമയമുണ്ടോ? ഹല്ലേലൂയ. ഒരു മൺചട്ടി എടുത്തൊന്ന് പരിശോധിച്ചാൽ, യിരെമ്യാവ് 18:1 പറയാം, മൺചട്ടി എടുത്തൊന്ന് പരിശോധിച്ചാൽ, ഒരു മൺപാത്രത്തെ എടുത്ത് പരിശോധിച്ചാൽ ആ മൺപാത്രത്തിന് ഒരു കഷ്ടകാലമുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോൾ മൺപാത്രം പറയും, ജീവൻ ഉണ്ടായിരുന്ന അതൊരു സാക്ഷ്യം പറയാൻ കഷ്ടകാലം ഉണ്ടോ എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ? ഇത് തൊട്ടു മുമ്പ് ഈ മൺപാത്രമായി നല്ല റെഡ് കളറിൽ നമ്മുടെ മുന്നിൽ തിളങ്ങുന്നതിന് മുമ്പ് ഇത് തീക്കകത്തിരുന്നിട്ടാ വന്നത്. അതതിന്റെ കഷ്ടകാലമാണോ? അതാ പാത്രത്തിന്റെ കഷ്ടകാലമാണോ? പുറമെ നോക്കുന്നവൻ, മണ്ണിന് ഒരു ജീവൻ ഉണ്ടായിരുന്നേ അത് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് കഷ്ടകാലമാ. പുറമെ നോക്കുന്നത് യജമാനനോ അത് ഉപയോഗിക്കുന്ന നമ്മളോ പറയും അത് കഷ്ടകാലം. അതല്ല, അതിനെ ഫോം ചെയ്തെടുക്കുകയാ, അതിനെ പാകപ്പെടുത്തിയെടുക്കുകയാ, അതിനെ ഉപയോഗിക്കാൻ പാകത്തിനാക്കുകയാ. തീക്കകത്തിരിക്കാതെ ഒരു മൺപാത്രം വന്നിട്ടുണ്ടെങ്കിൽ ആ മൺപാത്രം ഉടഞ്ഞു പോകും, അതിന് ബലമുണ്ടാകത്തില്ല. അത് തീക്കകത്ത്, പിന്നെ നമ്മൾ തീക്കകത്ത്, അതായത് അടുപ്പിൽ വെച്ച് സാധനങ്ങൾ വേവിക്കാൻ പറ്റത്തില്ല. കാണുന്നവര് പറയുന്നത് ഈ തീക്കകത്തിരിക്കുന്നത് കഷ്ടകാലമാണെന്നാ പറയുന്നത്. പക്ഷെ ഇത് കഷ്ടകാലമല്ല. ആ അറിയാവുന്ന യജമാനൻ അറിയാം, ഉപയോഗിക്കുന്നവൻ അറിയാം, ഇത് കഷ്ടകാലമല്ല, അതിനെ ഉപയോഗിക്കാൻ പാകത്തിന് പാകപ്പെടുത്തി എടുക്കുകയാ. അതുകൊണ്ട് യിരെമ്യാ പ്രവാചകനോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ കുശവന്റെ അടുത്ത് ചെല്ല്, അവൻ ചക്രത്തിന്മേൽ കറക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം, അവന്റെ കയ്യിൽ നിന്നൊരു പാത്രം മോശമായി പോയി, ഉപയോഗശൂന്യമായി. അവൻ വീണ്ടും ആ പിണ്ടം എടുത്തിട്ട് വീണ്ടും അതിനെ പണിത് ചക്രത്തിന്മേൽ വെച്ച് കുശവൻ ഇഷ്ടമുള്ള പാത്രം പണിയുകയില്ലയോ? കുശവനെ സംബന്ധിച്ച് ഈ പാത്രം ഉപയോഗമുള്ള പാത്രമായിട്ട് പണിയുക. ഈ മണ്ണിനെ സംബന്ധിച്ചോ, കാണുന്നവരെ സംബന്ധിച്ചോ അത് പണിയുകയല്ല, അത് ചക്രത്തിന്മേൽ കിടന്ന് കറങ്ങുകയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചവിട്ടി കുഴയ്ക്കുകയാ. മണ്ണിനകത്തോട്ട് വെള്ളോടിട്ട് ചവിട്ടി കുഴയ്ക്കുകയാ. എന്ന് തീരും ഈ കഷ്ടം, എന്ന് തീരും ഈ ബുദ്ധിമുട്ട്?
ചോദിക്കുക, ഇല്ല. ഈ കഷ്ടവും ബുദ്ധിമുട്ടും അറിയാവുന്നവൻ പറയും കഷ്ടവും ബുദ്ധിമുട്ടും അല്ല, ഇതിനെ പാകപ്പെടുത്തുക. ഫോമില്ലാതെ കിടന്ന, രൂപമില്ലാതെ കിടന്ന, വെറും ചെളിയായി കിടന്ന് ഇതിനെ അച്ചിനകത്തിട്ട് കറക്കി, അല്ലെങ്കിൽ അച്ചിനകത്തിട്ട് അത് രൂപപ്പെടുത്തി ഒരു ചട്ടിയാക്കി, മൺപാത്രമാക്കി, അല്ലെങ്കിൽ കെട്ടിടം പണിയുന്ന ഒരു ഇഷ്ടികയാക്കി, ഒരു ബ്രിക്സ് ആക്കി അതിനെ മാറ്റുക. നിന്നെ നശിപ്പിക്കുകയല്ല, മറിച്ച് പണിയുക. ഈ കഷ്ടത, ഈ ചെളിയായിട്ട് നീ കിടക്കുന്നത്, നിന്നെ ചവിട്ടി കുഴച്ചെടുക്കുന്നത്, നിന്റെ അകത്തുള്ള കീടം കളഞ്ഞിട്ട് അതിനെ മിനുസപ്പെടുത്തി പാകപ്പെടുത്തി അച്ചിനകത്തിട്ട് പണിയുക. അച്ചിനകത്തിട്ട് പണിതിട്ട് അടുത്ത പരിപാടി തീക്കകത്ത് പോകുക. വെയിലത്ത് വെച്ച് ഉണക്കിയാൽ പോരാ. വെയിലത്ത് വെച്ച് ഉണക്കിയ പാകപ്പെടുത്തൽ പോരെ, ഇത് പൊട്ടിപ്പോകും. ഇത് പൊട്ടിപ്പോകാതിരിക്കാൻ തീക്കകത്തിട്ട് പണിയുക. തീക്കകത്തിട്ട് പണിതിട്ട് പുറത്തു വരുന്നൊരു പാത്രമേ ഉപയോഗിക്കാൻ കൊള്ളതുള്ളൂ. അതേ ആഹാരം വെക്കാൻ കൊള്ളത്തുള്ളൂ. അതുകൊണ്ടാ ഇവിടെ പറയുന്ന ഇത് കാണുന്നവന് കഷ്ടകാലമാണ്, പക്ഷേ ഇത് ഉപയോഗിക്കാൻ പാകപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരു വചനം എഴുതി, കഷ്ടകാലത്തിന്റെ യഹോവയെ വിളിച്ചു വിളിച്ചു. അങ്ങനെ ഒരു കാലമുണ്ടോ? കഷ്ടകാലം എന്നൊരു കാലമുണ്ടോ? അറിയത്തില്ലാതെ ചിലപ്പോ സാഹചര്യത്തിനകത്ത് നാം അനുഭവിക്കുകയോ പറയോ, ഈ കർത്താവേ എനിക്കിത് പറ്റുന്നില്ല. അല്ലെന്നേ, നിന്നെ പാകപ്പെടുത്തുക, പണിതെടുക്കുക. യോബിനൊരു കഷ്ടകാലം നമ്മളെല്ലാം കാണുന്നുണ്ട്. ഒരു കുറച്ച് വർഷങ്ങള്, അല്ലെ കുറച്ച് മാസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ ഒരു കഷ്ടകാലം എന്ന് നമ്മൾ പറയും. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തീർന്ന്, ശരീരം മുഴുവൻ ചൊറിയും ചെരങ്ങിനാലും ബാധിക്കപ്പെട്ട്, വ്രണങ്ങളാൽ ബാധിക്കപ്പെട്ട് ചാരത്തിനകത്ത് കിടക്കുന്ന ഒരു സമയമുണ്ട്. സഹോദരന്മാർ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടില്ല. നിന്നെ ഇരട്ടി ശക്തിക്ക് കൊണ്ടുവരാൻ വേണ്ടി പണിതെടുക്കുന്ന പണിതെടുക്കുക. അവിടെ യോബ് പറയുന്നു, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. വന്നില്ലേ? തീക്കകത്ത് 3000 ഡിഗ്രി സെൽഷ്യസിനകത്തിട്ട് ചൂടാക്കി പൊന്നുപോലെ പുറത്തു വരുന്ന യോബിനെ അധ്യായത്തിന് 42-ാം അധ്യായത്തിൽ കാണാം. ഇവിടെ എസ്തേറിന്റെ പുസ്തകത്തിൽ മോർദെഖായി എന്നൊരുവനെ കാണാം. ഒരു ഗേറ്റ് കീപ്പറാ, സെക്യൂരിറ്റി. ഹാരിസ് എന്ന് ഇവിടുത്തെ ഭാഷ പറയും. ഈ മനുഷ്യൻ സാധാരണ സെക്യൂരിറ്റിയാ. ദൈവത്തിന്റെ പദ്ധതി 10-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, രാജ്യത്തെ രണ്ടാമൻ എന്ന് പറഞ്ഞാൽ രാജാവ് കഴിഞ്ഞിട്ട് രണ്ടാമനാക്കണം, യഹൂദന്മാർക്ക് പ്രിയനാക്കണം, സ്വന്തം ജനത്തിന് അഭ്യുദയകാംക്ഷിയാക്കണം, ആർക്കും എപ്പോഴും ആശ്രയിക്കാവുന്ന അനുകൂലവാദി എന്നൊരു വാക്കുണ്ട്. ദൈവ ജനത്തിന് അനുകൂലവാദിയാക്കി രാജാവിന്റെ രണ്ടാമനായിട്ട് ഒരുവനെ കൊട്ടാരത്തിൽ വാഴിക്കണം. സെക്യൂരിറ്റി ആയിരിക്കുന്ന അവനെയാ കണ്ടത്. വിദ്യാഭ്യാസമോ ഗുണമോ ക്വാളിറ്റിയോ കണ്ടിട്ടല്ല. പക്ഷെ പോയതൊരു വലിയ വേദന കൂടിയാ, വലിയൊരു പ്രതിസന്ധി കൂടിയാ പോയത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, തല മൊട്ടയടിച്ച് രട്ടിനകത്ത് കിടന്ന് കൊട്ടാരത്തിന്റെ വാതിക്കലോളം ചെന്ന് ദിവസങ്ങളോളം വേദന അനുഭവിച്ച് സകല കൈകളും അവന്റെ മേലോട്ട് ചൂണ്ടി ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായാൽ മതി, ഹാമാന്റെ അടുത്തൊന്ന് മുട്ടുമടക്കിയാൽ മതി. നീ കാരണം ജനത്തിനും കൂടെ ബുദ്ധിമുട്ടായി, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. എല്ലാവരും വേദനയോടെ അവനെ പോയിന്റ് ചെയ്ത് പറയും. എല്ലാവരും പറയും അവന്റെ കഷ്ടകാലം. കണ്ടു നിൽക്കുന്ന ഒരു തല മൊട്ടയടിച്ച് രട്ടുടുത്ത് വെണ്ണീരിൽ കിടക്കുന്ന സമയത്തെ കുറിച്ച് അവന്റെ കഷ്ടകാലമാ. ഇതവന്റെ കഷ്ടകാലമല്ല കുഞ്ഞെ, ഇത് കഷ്ടകാലമല്ല. വെറും സെക്യൂരിറ്റി ആകുന്ന നിന്നെ എടുത്ത് രാജ്യത്തെ രണ്ടാമനാക്കാൻ, പ്രധാനമന്ത്രിയാക്കാൻ ദൈവം പണിതെടുത്തോടെ ഫോം ചെയ്തെടുക്കുകയാ. തീക്കകത്തൂടെ ഫോം ചെയ്തെടുക്കുകയാ. ജോസഫിനെ കുറിച്ച് പറഞ്ഞാൽ അവനൊരു കാലഘട്ടമുണ്ട്. ജയിലിനകത്ത് പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഒരു തെറ്റും ചെയ്യാത്ത അവൻ പോയത് കാരാഗ്രഹത്തിനകത്താ. ഇതൊരു കഷ്ടകാലമല്ലേ? കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു കഷ്ടകാലമല്ലേ? ജയിലിനകത്തെ കഷ്ടകാലമല്ലേ? അതെ. പക്ഷെ പുറമെ നോക്കുന്നവൻ അതെ, അവനും അതെ. പക്ഷേ തമ്പുരാൻ പറയും, അല്ല കുഞ്ഞെ, നിന്നെ കൊട്ടാരത്തിനകത്തേക്ക് എടുക്കാൻ, നിന്നെ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ ആക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഒരു കാലഘട്ടമായത്. ഹല്ലേലൂയ. നിന്നെ പാകപ്പെടുത്തി പണിതെടുക്കാനുള്ള കാലഘട്ടമാ. നിന്നെ ഇവിടെ മാത്രമല്ല, ഈ കഷ്ടകാലം ഇല്ലാതെ പണിയാൻ പറ്റത്തില്ലേ? പണിയാൻ പറ്റും. ഈ കഷ്ടകാലത്തിന് പ്രത്യേകതയുണ്ട്. ഇത് പണിതെടുക്കുന്ന നിന്നെ, യോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു, 10 മക്കൾ സ്വർഗത്തിലുണ്ട്. ഇവിടെ പണിതെടുക്കുന്ന നിന്നെ ഇവിടെ മാത്രം തമ്പുരാൻ ഉപയോഗിക്കാനല്ല, ഇവിടെ ശേഷം നിത്യതയിലേക്ക് കൂടി ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. ഇവിടത്തിന് ശേഷം നിത്യതയിലേക്ക് കൂടെ നിന്നെ ഉപയോഗിക്കാൻ തമ്പുരാൻ പണിതെടുത്തോണ്ടിരിക്കുകയാ. ദൈവം തമ്പുരാൻ നിന്നെ പണിതെടുത്തോണ്ടിരിക്കുക. വിശ്വസിച്ച കുഞ്ഞെ, നിന്നെ പണിതെടുത്തോണ്ടിരിക്കുകയാ. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമറിയും. തിരുവാനത്തിൽ കഷ്ടകാലത്ത് ആരൊക്കെ അപേക്ഷിച്ചോ, അത് മോർദെഖായി ആകട്ടെ, യോനയാകട്ടെ, ജോസഫ് ആകട്ടെ, അത് പത്രോസ് ആകട്ടെ, സഭയാകട്ടെ, കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിച്ചവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനമാകട്ടെ, ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വസിച്ചോ? കഷ്ടകാലത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മഹത്വത്തിലേക്ക് എല്ലാ ഹൃദയങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അവസരമാണ് കുഞ്ഞെ കഷ്ടകാലം. നിന്നെ പാകപ്പെടുത്തി ഫോമാക്കി പുറത്തു കൊണ്ടിരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ
ഹല്ലേലൂയ. സിംഹക്കൂട്ടിനകത്ത് പാകപ്പെടുത്തും, തീക്കകത്ത് പാകപ്പെടുത്തും, വെള്ളത്തിനകത്ത് പാകപ്പെടുത്തും. പാകപ്പെടുത്തിയെടുത്ത് സ്തുതിക്കാനൊരു ദൈവത്തെ മഹിമപ്പെടുത്താൻ, നിന്നെ കാണുന്നവർ സ്വർഗത്തെ മഹിമപ്പെടുത്താൻ കാരണമാകും. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കഷ്ടകാലത്ത് യഹോവയെ വിളിച്ചപേക്ഷിക്കുക, അവൻ നിനക്ക് ഉത്തരമറിയും. അവൻ നിന്നെ വിടുവിക്കും. നീ അവനെ മഹത്വപ്പെടുത്തും. സ്വർഗീയ കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചർച്ചിലെ വാത്സല്യ പ്രിയപ്പെട്ടവര്, ഈ പ്രാർത്ഥന കൂട്ടായ്മയിലെ സകല പ്രിയപ്പെട്ടവരും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലവരെ അനുഗ്രഹിക്കുന്നപ്പ സ്വർഗത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം പാകപ്പെടുത്താൻ, പണിതെടുക്കാൻ, ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, ഡെസ്റ്റിനിയിലേക്ക് ജനത്തെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ ആത്മാവിൽ കർത്താവ് വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നു. പണിത് പാകപ്പെടുത്തി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, അതേ യജമാനന് ഉപയോഗമാകുന്നതിന് പാത്രമാക്കി മാറ്റുന്ന ദൈവരമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പോകുന്നത് ഫർണസിനകത്താ, തീക്കകത്താ, പക്ഷെ തകർത്തു കളയാനല്ല, ഇല്ലാതാക്കി കളയാനല്ല, പണിതെടുക്കാൻ, പാകപ്പെടുത്താൻ, നിത്യത ഉറപ്പിക്കാൻ ദൈവത്തിന്റെ കരം കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്തു. ജനത്തെ ആത്മാവിൽ ഉറപ്പിക്കുന്നു. ദൈവകരം കൂടിയിരിക്കട്ടെ. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരം കൂടിയിരിക്കുന്നു. ദൈവവചനത്തിൽ ഉറപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല അനുഭവത്തിൽ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു ആൻഡ് വോക്ക് വിത്ത് ജീസസ്. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.